വയനാട് മേപ്പാടിയിലെ ദുരിതബാധിതർക്ക് കൈത്താങ്ങുമായി കോഴിക്കോട് കോർപ്പറേഷൻ. ദുരിതബാധിതർക്ക് അവശ്യ സാധനങ്ങളുമായി കോഴിക്കോട് കോർപ്പറേഷന്റെ ആദ്യഘട്ട വാഹനമാണ് പുറപ്പെട്ടത്. നിരവധി പേരാണ് ദുരിതബാധിതർക്ക് വേണ്ട സാധനങ്ങളുമായി കളക്ഷൻ സെന്ററിൽ എത്തുന്നതെന്ന് കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ബീന ഫിലിപ്പ് പറഞ്ഞു. കേരളം സമാനതകളില്ലാത്ത ദുരന്തമുഖത്ത് നിൽക്കുമ്പോൾ നാടൊന്നാകെ കൈകോർക്കുകയാണ് ദുരിതബാധിതർക്കായി. കോഴിക്കോട് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ മേപ്പാടിയിലെ ദുരിതബാധിതർക്ക് വേണ്ടി അവശ്യ സാധനങ്ങൾ എത്തിക്കാൻ ടാഗോർ ഹാളിൽ കളക്ഷൻ സെന്റർ ആരംഭിച്ചു. പാക്ക്ഡ് ഫുഡ്, കുപ്പിവെള്ളം, വസ്ത്രങ്ങൾ, ബ്രഷ്, പേസ്റ്റ്, സാനിറ്ററി നാപ്കിനുകൾ, ഡയപ്പറുകൾ, ഡെറ്റോൾ, ലോഷൻ, സോപ്പ് തുടങ്ങിയ അവശ്യ സാധനങ്ങളാണ് കളക്ഷൻ സെന്ററിൽ എത്തിയത്. അറിയിപ്പ് കൊടുത്തതു മുതൽ സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി പേരാണ് സഹായങ്ങളുമായി എത്തുന്നതെന്ന് കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ബീന ഫിലിപ്പ്. ഇന്നലെ വാസ്തവത്തിൽ രാത്രിയാണ് ഇങ്ങനെ സാധനങ്ങൾ ഞങ്ങൾ വയനാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ ടാഗോർ സെന്ററിൽ എത്തിക്കണമെന്ന് പറഞ്ഞത്. രാവിലെ 7 മണി മുതൽ തന്നെ സാധനങ്ങൾ എത്തിക്കൊണ്ടിരുന്നു. ഇന്നിപ്പോൾ നിങ്ങൾ ഈ കാണുന്ന കുറേയേറെ സാധനങ്ങൾ, ഇനിയും സാധനങ്ങൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്ക് കാണാം. നമുക്ക് ഏറ്റവും സന്തോഷം, കോവിഡ് കാലത്ത് നമ്മുടെ കൂടെ നിന്നിട്ടുള്ള വോളണ്ടിയേഴ്സ് അവരാരും വിളിക്കാതെ വീണ്ടും ഓടിയെത്തി ഇവിടെ എല്ലാ സഹായവും ചെയ്തു തരാണ്. നിങ്ങൾ തന്നെ കണ്ടു കാണണം എത്ര താല്പര്യത്തോടെ അവർ സാധനങ്ങൾ വാങ്ങുന്നു, വയ്ക്കുന്നു. ഇതൊക്കെ അതുകൂടാതെ എനിക്ക് തോന്നുന്നു നാളെ ഇപ്പോൾ ഞങ്ങളുടെ കോഴിക്കോട് കോർപ്പറേഷൻ്റെ 3 വണ്ടി നിറയെ സാധനവുമായി ഇന്ന് ഞങ്ങൾ കളക്ടറേറ്റിൽ പോയി അദ്ദേഹത്തിൻ്റെ കൂടി അറിവോടെയാണ് നമ്മൾ വയനാട്ടിലേക്ക് പോകുന്നത്. അതിനനുസരിച്ച് ഇവിടെ വരുന്ന സാധനങ്ങൾക്കനുസരിച്ച് നമ്മൾ ഇതുപോലെ അവിടെ വയനാട്ടിൽ എത്തിച്ചു കൊടുക്കുകയാണ്. കോഴിക്കോട് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ സമാഹരിച്ച സാധനങ്ങൾ വയനാട് മേപ്പാടിയിലേക്ക് എത്തിച്ചു. സാധനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ കളക്ഷൻ സെന്റർ വീണ്ടും ആരംഭിക്കും. കൈരളി ന്യൂസ്, കോഴിക്കോട്.